ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോ വന്നിട്ട് ഒരു സൺഡേ ഡേ ഇൻ മൈ ലൈഫാണ്. സൺഡേ ആയതുകൊണ്ട് തന്നെ ഇന്ന് വൈകിട്ടാണ് കേട്ടോ എണീറ്റത്. ബ്രേക്ക്ഫാസ്റ്റിന് ഇഡ്ഡലി ആക്കാൻ വേണ്ടിയിട്ട് മാവ് അരച്ച് വെച്ചിട്ടുണ്ടായിരുന്നേ. അങ്ങനെ രാവിലെ കഴിക്കാൻ വേണ്ടിയിട്ട് ഇഡ്ഡലിയും കിഴങ്ങേറി ആക്കാമെന്ന് വിചാരിച്ചു. അല്ലെങ്കിൽ എപ്പോഴും ഇഡ്ഡലിയുടെ കൂടെ സാമ്പാറോ ചട്നിയോ ആണ് കേട്ടോ ആക്കുന്നത്. അപ്പം ഇന്ന് കിഴങ്ങാക്കാന്ന് കരുതി. കിഴങ്ങേറി തേങ്ങ വറുത്തരച്ചിട്ടാണ് വെക്കുന്നത്. ആദ്യത്തെ ഒരു തട്ട് ഇഡ്ഡലി ആയപ്പോഴത്തേക്കും കിഴങ്ങെല്ലാം വെന്തിട്ടുണ്ടായിരുന്നു കേട്ടോ. എഴുന്നേറ്റ പാട് തന്നെ ഐറ എൻ്റെ കൂടെ വന്ന അടുക്കളയിൽ ഇരിപ്പുണ്ടേ. അങ്ങനെ പൊരിയൊക്കെ എടുത്ത് തന്നിട്ടുണ്ടായിരുന്നു വറുത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. ഇവിടെ ഇപ്പോഴും മഴയാണ് കേട്ടോ. കണ്ടിന്യൂസ് 2 ആഴ്ചയിൽ കൂടുതലായി മഴ പെയ്യുന്നു. ഇതുവരെയും കഴിഞ്ഞിട്ടില്ലേ. മറ്റു ദിവസത്തെക്കാളും വ്യത്യാസമായിട്ട് സൺഡേ ആകുമ്പോൾ കുറച്ച് എക്സ്ട്രാ ജോലികളെല്ലാം ചെയ്യാനുണ്ടാവും കേട്ടോ. തലേ ദിവസമേ അതൊക്കെ പ്ലാൻ ചെയ്ത് വെക്കുവേ. ഉച്ചത്തെ ഫുഡ് കഴിക്കാനുള്ള സമയമായി കേട്ടോ. അപ്പോഴാണ് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നത്. നല്ല ചൂടോടെ കിഴങ്ങേറിയും ഇഡ്ഡലിയും കഴിക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞ് ബ്രെഡ് കൊണ്ടൊരു ഐറ്റം ഉണ്ടാക്കാമെന്ന് കരുതിയേ. ഞാൻ മുന്നേ ഉണ്ടാക്കിയിട്ടുള്ളതാണ് കേട്ടോ, ബ്രെഡ് ബോൾസ്. അത് ഐറയ്ക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ കഴിക്കാൻ വേണ്ടിയിട്ട്. ബ്രെഡിൽ കുറച്ച് പഞ്ചസാരയും പാലും ആഡ് ചെയ്ത് നന്നായിട്ട് കുഴച്ചെടുത്തിട്ട് അത് കുഞ്ഞു ബോളാക്കിയിട്ട് കുറച്ച് സമയം റെസ്റ്റ് ചെയ്യാൻ വെക്കും കേട്ടോ. അത് കഴിഞ്ഞിട്ട് അത് എണ്ണയിൽ ഇങ്ങനെ പൊരിച്ചെടുക്കുക ചെയ്യുന്നത്. ബ്രെഡ് മിക്സ് ആക്കിയിട്ട് കുറച്ച് സമയം റെസ്റ്റ് ചെയ്യാൻ വെച്ചേട്ടോ. അത് കഴിഞ്ഞിട്ട് പാത്രമൊക്കെ കഴുകാനുണ്ടായിരുന്നു. അതൊക്കെ കഴുകിയിട്ട് ബ്രെഡ് ബോൾസ് എല്ലാം നല്ല ഫ്രൈ ആക്കി എടുത്ത് കേട്ടോ. എന്തെങ്കിലും സ്പെഷ്യൽ ഐറ്റം എല്ലാം ഉണ്ടാക്കുമ്പോൾ ഐറ എൻ്റെ പുറകിൽ നിന്ന് മാറത്തില്ല കേട്ടോ. അതുണ്ടാക്കി കഴിയുന്നത് വരെ ആൾക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെ വെറൈറ്റി ആയിട്ടല്ല ഇങ്ങനെ ഓരോന്നെല്ലാം കഴിക്കുന്നത്. ബ്രെഡിൽ പാലൊക്കെ ഒഴിക്കുന്നത് കൊണ്ട് തന്നെ ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ. അത് കഴിക്കാൻ വേണ്ടിയിട്ട് നല്ല ക്രിസ്പി ആയിട്ട് കിട്ടുകയും ചെയ്യും. നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. പ്രത്യേകിച്ച് കുഞ്ഞു കുട്ടികളെല്ലാം ഇത് നല്ലപോലെ കഴിക്കും കേട്ടോ. അവർ വെറുതെ ഇങ്ങനെ ഓരോന്നെല്ലാം പെറുക്കി കഴിച്ചുകൊണ്ടിരിക്കും. വീട്ടിലെ ക്ലീനിങ്, അച്ചാറുണ്ടാക്കൽ, അങ്ങനത്തെ സ്പെഷ്യൽ കാര്യങ്ങളൊക്കെ സൺഡേയിലാണ് കേട്ടോ ചെയ്യുന്നത്. ഇന്ന് ഞാൻ നാരങ്ങ അച്ചാർ ഉണ്ടാക്കുകയാണ് കേട്ടോ. അത് ഒരു 5-6 ദിവസമായി കേട്ടോ വേവിച്ച് ഉപ്പ് ഇട്ട് വെച്ചിട്ട് അതെല്ലാം നല്ല പിടിച്ച് നല്ലതായിട്ട് ഇരിപ്പുണ്ടായിരുന്നേ. അങ്ങനെ അതിന് വേണ്ടിയിട്ട് അതിൻ്റെ ഇൻഗ്രീഡിയൻസ് എല്ലാം റെഡിയാക്കി വെച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും അങ്ങനെയെല്ലാം അതെല്ലാം നല്ല ചതച്ചെടുത്തിട്ടുണ്ടായിരുന്നേ. പിന്നെ അതിൽ കുറച്ച് മുളകും മഞ്ഞൾപ്പൊടിയും ഉലുവപ്പൊടിയും കായപ്പൊടിയൊക്കെ മിക്സാക്കി കുറച്ച് നേരം വെച്ചിട്ടുണ്ടായിരുന്നു. നാരങ്ങയിൽ ഈ പൊടികളെല്ലാം നല്ല മിക്സ് ആയതിനു ശേഷം കടുക് പൊട്ടിച്ച് ഈ വെളുത്തുള്ളിയും ഇതെല്ലാം നന്നായിട്ട് വഴറ്റിയെടുത്തിട്ട് നാരങ്ങ ഇതിലോട്ട് ആഡ് ചെയ്യുകയാണ് കേട്ടോ ചെയ്യുന്നത്. ഇതിൽ കുറച്ച് കടുകും കൂടെ ചതച്ചിടുന്നുണ്ട് കേട്ടോ. നന്നായിട്ട് വഴണ്ട് വന്നിട്ട് കുറച്ച് വിനാഗിരിയും കൂടെ ഒഴിക്കാറുണ്ട്. ഇങ്ങനെയാണ് ഞാൻ അച്ചാർ ഉണ്ടാക്കുന്നത് കേട്ടോ. ഇന്ന് ഉച്ചയ്ക്ക് ലൈറ്റ് ഫുഡാണ് കേട്ടോ. കഞ്ഞിയും നാരങ്ങ അച്ചാറും കൂട്ടിയാണ് കേട്ടോ ഇന്ന് ഉച്ചയ്ക്ക് കഴിച്ചത്. എല്ലാ ദിവസവും ചോറ് കഴിക്കുന്നുണ്ട്. ചില ദിവസങ്ങളിലൊക്കെ ഇടയ്ക്ക് ഇങ്ങനെ കഞ്ഞിയാക്കും കേട്ടോ. ചിലപ്പോൾ പയറിട്ട് ചെറുപയർ കഞ്ഞിയൊക്കെ ആക്കലുണ്ട്. അങ്ങനെ കഞ്ഞിയൊക്കെ കുടിച്ചു കഴിഞ്ഞ് വന്നപ്പോഴത്തേക്കും അച്ചാറെല്ലാം നല്ല തണുത്തിട്ടുണ്ടായിരുന്നേ. അങ്ങനെ ഞാനും ഐറയും കൂടെ അതെല്ലാം നല്ല ബോട്ടിലെല്ലാം ആക്കി വെച്ചു കേട്ടോ. എനിക്ക് ജലദോഷം ആയതുകൊണ്ട് സൗണ്ടിന് കുറച്ച് മാറ്റമുണ്ട് കേട്ടോ. അപ്പോൾ ഇന്നത്തെ സൺഡേ വിശേഷങ്ങൾ ഇത്രയൊക്കെ ഉള്ളൂ. അടുത്ത വീഡിയോയിൽ കാണുന്നവരേക്കും ബൈ ബൈ.